കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ ഒരു ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണ് എന്ന് പറയുകയുണ്ടായി. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് രാഹുൽ ഈശ്വർ എത്തിയിരിക്കുന്നത്. ഇത്തവണ ക്രിസ്ത്യാനികൾക്ക് FCRA നിയമം ക്രിസ്ത്യാനികൾക്കെതിരെ ഉള്ള ഒരു നിയമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ വരുന്നത്. മതപരിവർത്തനത്തിനെതിരെയുള്ള ഒരു നിയമമൊന്നുമല്ല FCRA. വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു നിയമം, സാമാന്യ വിവരവും ബോധമൊക്കെ ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ മറവിൽ ക്രിസ്ത്യാനികളെ മാത്രം എങ്ങനെയാണ് മതപരിവർത്തനം ആര് നടത്തിയാലും അവർ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തി കഴിഞ്ഞാൽ, മതപരിവർത്തനം ഒരു വിഷയമല്ല FCRAക്ക്, മതപരിവർത്തനം ഒരു വിഷയമേ അല്ല. അതിനെക്കുറിച്ചുള്ള ഏതായാലും ആ ചർച്ചകളൊക്കെ അവിടെ നിന്നിരിക്കുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതെന്താണ് കാരണമെന്നറിയില്ല. ഇവിടെ വിദേശ ഫണ്ട് തോന്നിയതുപോലെ ആളുകൾ സ്വീകരിക്കുകയും അത് തോന്നിയ പോലെ ചിലവാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ നിയന്ത്രിക്കണം. വിദേശ ഫണ്ട് വാങ്ങിച്ച് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. എന്താ രാഹുൽ ഈശ്വർ ഒന്നും പറയാത്തത്? ഇവിടുത്തെ മഹാത്മാഗാന്ധി പറഞ്ഞു, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, എല്ലാവരും ഒരേപോലെ മതസൗഹാർദ്ദത്തോട് ജീവിക്കണം. ഇയാളാരാ? മതസൗഹാർദ്ദത്തിൻ്റെ അപ്പോസ്തലനാണോ ഇയാൾ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പഹൽഗാമിൽ ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മതം നോക്കി ആളുകളെ വെടിവെച്ച് കൊന്നപ്പോൾ, നിരപരാധികളെ വെടിവെച്ച് കൊന്നപ്പോൾ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളോ മുസ്ലിങ്ങളോ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ? അതെന്താണ് അങ്ങനെ വരുന്നത്? എങ്ങനെയാണ്? അപ്പോൾ രാഹുൽ ഈശ്വർ മിണ്ടിയോ? രാഹുൽ ഈശ്വർ ഒന്നും മിണ്ടിയില്ല, മിണ്ടാനും പറ്റില്ല. കാരണം ജിഹാദികളുടെ കയ്യിൽ നിന്നും പങ്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ FCRA നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ ഈശ്വറിൻ്റെയും പരിപാടി മുട്ടും. വിദേശ ഫണ്ടിൻ്റെ വരവും അതിൻ്റെ വിപണനവും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണല്ലോ ആ നിയമത്തിൽ പറയുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ പണി അവിടെ വരവ് നിൽക്കും, ആ സ്രോതസ് നിൽക്കും. ഇയാൾ എന്തിനാണ് വീണ്ടും ഈ FCRA നിയമത്തെപ്പറ്റി ക്രിസ്ത്യാനികളെ പറ്റിയാണ് ഇയാൾ പറയുന്നത്. ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് ലവ് ജിഹാദിനെ കൊണ്ടുവരുന്നത്? ഈ ലവ് ജിഹാദ് പോലെ തന്നെയാണ് FCRA നിയമം എന്നൊക്കെ പറയുന്നത്. ആരോട് പറയാൻ കൊള്ളാം? ഇതൊക്കെ ബ്രാഹ്മണനല്ല, ഇയാൾ ബ്രാഹ്മണനല്ല. ഇത്തരം ആളുകളാണ് സമൂഹത്തിലെ കൃമികീടങ്ങളെന്ന് പറയുന്നത്. സത്യസന്ധമായി വർത്തമാനം പറയാനായിട്ട് അറിയില്ല, അതിനുള്ള പഠനമില്ല. അതുമാത്രമല്ല, തനിക്ക് കിട്ടിയ ഒരു സ്പേസിനെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. തനിക്ക് കിട്ടിയ ഒരു സ്പേസിനെ അയാൾ അവിടെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വഖഫിൻ്റെ നിയമം, വഖഫ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. വഖഫ് മുസ്ലിങ്ങളെ ദ്രോഹിക്കാനുള്ളതാണ് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഉദ്ദേശം മനസ്സിലായത്, ആ മനസ്സിലിരിപ്പ് ഇപ്പോൾ കള്ളൻ വിളി കേട്ടു എന്ന് പറഞ്ഞ പോലെ ആ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വന്നു. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സപ്പോർട്ടീവായിട്ടാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ ലവ് ജിഹാദും വഖഫും കൊണ്ടുവരുന്നത്? അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക്? പിന്നെ അച്ഛന്മാർ പറഞ്ഞു. അതിനു മുമ്പ് ഹാഷ്മിയുടെ 24 ന്യൂസിലെ ഒരു അവതരണത്തെപ്പറ്റി, സുവിശേഷം ഞങ്ങൾ നടത്തും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സുവിശേഷം നടത്തുന്നതിന് ആരാണ് ഇവിടെ എതിരുള്ളത്? സുവിശേഷം നടത്തുന്നതിന് ആരും ഇവിടെ എതിരില്ല. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം, ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും ആഹാരം കൊടുത്തും ഒക്കെയുള്ള മതപരിവർത്തനം അതിവിടെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അതിവിടെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. മറ്റവരാണെങ്കിലോ, ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരുടെ തിയറി തന്നെ മതം മാറുക, അല്ലെങ്കിൽ നാട് വിട്ടുപോവുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക. ഇതിനൊക്കെയാണ് ഈ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഈ പറയുന്ന ആളുകളുടെയൊക്കെ കയ്യിൽ നിന്നും പണം പിടുങ്ങിയിട്ട് അയാൾ നമുക്കെതിരെ സംസാരിക്കുകയാണ്. ഹിന്ദു എന്നുള്ള നാമം ഉണ്ടല്ലോ, രാഹുൽ ഈശ്വർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തരം ആളുകളെ ഒക്കെ ഒരു സ്പേസ് കിട്ടിയപ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതിന് പകരം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോക കല്യാണത്തിനാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവതരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള നുണകൾ പറയരുത്.
ഒരു കത്തോലിക്ക ബാബ വന്ന് പറഞ്ഞതായിട്ട് അയാൾ കാണിക്കുന്നുണ്ട്, ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കത്തോലിക്ക ബാബയ്ക്ക് യേശുക്രിസ്തുവിനെയാണ് പേടിയെന്ന്. കത്തോലിക്ക ബാബ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ എന്തിനാണ് പേടിക്കുന്നത്? ഞങ്ങൾക്ക് വേറെ ആരെയും പേടിയില്ല, നരേന്ദ്രമോദിനെയും പേടിയില്ല, ഇവിടുത്തെ ഭരണകൂടത്തെയും പേടിയില്ല, ആരെയും പേടിയില്ല. ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ മാത്രമാണ് പേടി എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ യഥാർത്ഥ ഭക്തനാണോ? ഈ പറഞ്ഞ കത്തോലിക്ക ബാബ യഥാർത്ഥ ഭക്തനാണോ? ഇത് അറിഞ്ഞിട്ടാണോ ആ വീഡിയോ എടുത്ത് ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ കൊണ്ടുവന്നത്? രാഹുൽ ഈശ്വർ ഒരു കാര്യം ചെയ്യണം. ഈ പറഞ്ഞ കത്തോലിക്ക ബാബയോടും ഹാഷ്മിയോടും, ഈ ഹാഷ്മി എന്ന് പറയുന്ന ആൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ ഇയാളുടെ മുഖം പാടി. കാരണം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ്, ഇവിടെയുള്ള ഭൂരിഭാഗവും മാധ്യമ പ്രവർത്തകരും ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരാണ്. അതിലൊരു സംശയം വേണ്ട ആർക്കും. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാരായിരിക്കണം മാധ്യമ പ്രവർത്തകർ. വേണു പറഞ്ഞില്ലേ, അമ്പലത്തിൽ പ്രായമായ സ്ത്രീകൾ പോകുന്നത്, അവിടുത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അനവസരത്തിലുള്ള സംഭാഷണങ്ങളല്ലേ അതെല്ലാം. അത് കേട്ടുകൊണ്ട് സുജയ പാർവതി അവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. സുജയ പാർവതി റിപ്പോർട്ടറിലിരുന്ന സമയത്ത് നമ്മുടെ ഹിന്ദുത്വത്തിന് വേണ്ടി വാദിച്ച ഒരാളായിരുന്നു. ഈ രാഹുൽ ഈശ്വർ പറയുന്നത് തീവ്ര ഹിന്ദുത്വം. എന്താണ് ഈ തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നത്? വടക്കേ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടായ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ലല്ലോ. യോഗി ആദിത്യനാഥ് വന്ന് ബുൾഡോസർ രാജാണെന്ന്. അവിടെ അനധികൃതമായ കെട്ടിടങ്ങൾ പൊളിക്കണം. അത് ആര് കെട്ടിയാലും പൊളിക്കണം. അത് പള്ളിയായാലും അമ്പലമായാലും പൊളിക്കണം എന്നുള്ളതാണ് യോഗിയുടെ നിയമം. അതല്ലാതെ ഈ കത്തോലിക്ക ബാബ പറയുന്നത് പോലെയൊന്നുമല്ല അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. വെറുതെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ ജിഹാദിത്തരം. അവർക്ക് ബി ജെ പി ജയിക്കാൻ പാടില്ല, ഇന്ത്യയിൽ BJP വരാൻ പാടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നിട്ടും വന്നില്ല. ഇവരൊക്കെ കിടന്ന് ഇത്രയും നാളും ഓരിയിട്ടിട്ട് പോലും ഇവിടെ BJP വന്നില്ല. കേരളത്തിലും വരും. നിങ്ങൾ വലിയ താമസമൊന്നുമില്ലാതെ കേരളത്തിലും BJP ഭരണത്തിൽ വരണം. അപ്പോഴാണ് ഈരാറ്റുപേട്ടയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ചേർത്തലയിൽ നടന്നതുപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ആവർത്തിക്കാൻ പാടില്ല. ഇവർ പല ലക്ഷ്യങ്ങളും വെച്ചിട്ട് ഇനി ഓണത്തിന് വരെ എന്തൊക്കെയാണ് കാണിക്കാൻ പോകണമെന്ന് ആർക്കറിയാം. അതിനെപ്പറ്റി ഒരഭിപ്രായം പറയാൻ ഒരു മുസ്ലിം നാമധാരി പോലും വന്നില്ല. അപ്പോൾ ഇവർ മൊത്തത്തിൽ ജിഹാദികളാണ് എന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ മൊത്തം തീവ്രവാദികളാണ് എന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും പറയാനില്ല. കാരണം അവരതിനെ എതിരായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. പഹൽഗാമിൻ്റെ ആക്രമണത്തെ പറ്റി പറയുന്നില്ല. പിന്നെ നമ്മുടെ ഡൽഹിയിലെ കലാപം, ആ ഡോക്ടർമാർ നടത്തിയ കലാപം, അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. എന്താ പറയാത്തത്? എന്താ പറയാനിത്? ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കേണ്ട ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ തലയ്ക്കുള്ളിലിരിക്കുന്ന നമ്മുടെ കാണിച്ച മുഖമല്ല, ശരിയായിട്ടുള്ള അവരുടെ മുഖം മറ്റൊന്നാണ് എന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യലാണ് ഇവിടുത്തെ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ. ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ ഹരിയാനയിൽ ഇത് നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ. കോൺഗ്രസ് ജയിച്ചു, രാഹുൽ ഗാന്ധി ജയിച്ചു, താമരപ്പൂ വാടുന്നു, ഹരിയാനയിൽ വാടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഓരിയിട്ട ഈ ആൾക്കാർ കുറേ കഴിഞ്ഞപ്പോൾ BJPയുടെ ലെവലിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ടെമ്പോ മങ്ങി. എന്നാൽ പിന്നെ അവിടെയും പറയണ്ടേ, BJP കയറി വരുന്നു, അടിച്ച് കയറി വരുന്നു, അങ്ങനെ പറയണ്ടേ? അതെന്താ പറയാത്തത്? എന്താണ് BJPക്കുള്ള കുഴപ്പം? എന്താണ്? അതൊന്ന് പറഞ്ഞാട്ടെ. BJPക്കുള്ള കുഴപ്പം എന്താണ്? ഹിന്ദുവിൻ്റെ പാർട്ടി ആയതുകൊണ്ടാണോ? ഹിന്ദുവിൻ്റെ പാർട്ടി മാത്രമല്ല, മുസ്ലിങ്ങളില്ലേ അതിനകത്ത്, ക്രിസ്ത്യാനികളില്ലേ? ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള പാർട്ടിയല്ലേ BJP. ഈ പള്ളിയിലെ അച്ഛന്മാർ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ സമയത്ത് ഒരക്ഷരം മിണ്ടിയോ? NJ യൂണിയൻ മിണ്ടിയില്ല എന്നുള്ളത് പോട്ടെ. ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ സമയത്ത് ഈ പുണ്യാളന്മാരായിട്ടുള്ള കപട ക്രിസ്ത്യാനികൾ, ജൂദാസിയാനികൾ, അവർ വല്ലതും പറഞ്ഞു? ഒരക്ഷരം മിണ്ടിയോ? ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഒരച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പള്ളിമേടയിലേക്ക് ഇടിച്ചു കയറിയ ജിഹാദികൾക്കെതിരെ നെഞ്ചും വിരിച്ച് നിൽക്കാൻ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായുള്ളൂ, BJPക്കാരേ ഉണ്ടായുള്ളൂ.
അതൊന്നും മനസ്സിലാക്കാതെ ഇവർക്ക് വരുന്ന പിന്നെ ഒരച്ഛൻ പറയുന്നത് കേട്ടു, അമ്പലത്തിലെ സ്വർണത്തിൻ്റെ കണക്കെടുത്ത് അത് മുഴുവൻ ഇവിടുത്തെ പാവപ്പെട്ടവർക്കായിട്ട് വിതരണം ചെയ്യണമെന്ന്. നിങ്ങളുടെ പള്ളികളിലിരിക്കുന്ന ആ സ്വർണം, നിങ്ങളുടെ പള്ളികളുടെ പണം, ആ ധനം എടുത്ത് പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് കൊടുക്ക്. അതെന്താ കൊടുക്കാത്തത്? അത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെ ദളിത് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രാഹുൽ ഈശ്വർ ഈ വാചകം അടിക്കുന്നത് ജിഹാദികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം 100% ഉറപ്പാണ്. ഇയാളൊരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണ്.